രാജ്യത്തെ വാണിജ്യ രംഗത്തേക്കുള്ള നിക്ഷേപത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായുള്ള റിപ്പോർട്ട് RBI പുറത്തുവിട്ടു. ബാങ്കുകളിൽ നിന്നും ബാങ്കിതര ധന സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ 6 മാസത്തിനിടയിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് 90,995 കോടി രൂപ മാത്രമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ കാലയളവിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 88% കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ വാണിജ്യ മേഖലയിൽ നിന്നും 1,25,600 കോടി രൂപ പിൻവലിക്കപ്പെട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കാണ് RBI പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 6 മാസത്തിനിടെ വാണിജ്യ രംഗത്തുണ്ടായ നിക്ഷേപം 7,36,087 കോടി രൂപയായിരുന്നു. അത് ഇത്തവണ വെറും 90,995 കോടിയായി ഇടിഞ്ഞു. ആകെ 88% കുറവ്. കണക്കുകൾ പുറത്തുവന്ന വാണിജ്യ മേഖലയിൽ കൃഷി, ഉൽപാദനം, ഗതാഗത മേഖല എന്നിവയൊന്നും ഉൾപ്പെടുന്നില്ല. ഇതോടൊപ്പം വാണിജ്യ രംഗത്ത് നിന്ന് 1,25,600 കോടി രൂപ പിൻവലിക്കപ്പെട്ടതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 41,200 കോടി രൂപ മാത്രമാണ് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ വായ്പകൾ എടുക്കുന്നതിൽ വന്ന കുറവ്, നഷ്ടസാധ്യത കുറയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയവയാണ് നിക്ഷേപങ്ങൾക്ക് ഇടിവുണ്ടാക്കുന്നതെന്നും റിസർവ് ബാങ്ക് പറയുന്നു. വാഹന വായ്പ, ഭവന വായ്പ തുടങ്ങിയ വാണിജ്യ രംഗത്തേക്കുള്ള കാർഷികേതര ലോണുകളിലും ഇടിവുണ്ടായതായാണ് RBI കണക്കുകൾ വ്യക്തമാക്കുന്നത്. 1,65,187 കോടിയിൽ നിന്നും 93,688 കോടിയിലേക്കാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതീക്ഷിക്കപ്പെടുന്ന GDP നിരക്ക് 6.1% മാത്രമാണെന്ന് റിസർവ് ബാങ്കിന്റെ പ്രഖ്യാപനം നിലവിലെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് തെളിയിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.